അജിത് കുമാറിനെ എതിരായി നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായതിൻ്റെ പേരിലും പൊതുസമ്മർദ്ദം ഉണ്ടായതിൻ്റെ പേരിലും മാത്രം നടത്തിയ ഒരു പ്രഹസനമായിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ എന്താ ചെയ്തത്? 10ാം ക്ലാസ് എ ഡിവിഷനിൽ നിന്ന് സി ഡിവിഷനിലേക്ക് മാറ്റി. ഒരു സസ്പെൻഷൻ പോലും കൊടുത്തില്ല. എന്നിട്ട് DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. താഴെയുള്ള അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് ഒരു കുഴപ്പമില്ല എന്നുള്ള ക്ലീൻ ചിറ്റ് മേടിച്ച് ഇത് അവസാനം ഇത് ചെയ്യുമെന്ന് മുൻകൂട്ടി പറഞ്ഞ ആളുകളാണ് ഞങ്ങൾ പറഞ്ഞത് ശരിവയ്ക്കുകയാണ്. അന്വേഷണം മുഴുവൻ പ്രഹസനമായി മാറും എന്ന് പ്രതിപക്ഷം ആദ്യം തന്നെ പറഞ്ഞതാണ്. ആ പ്രഹസനമായിട്ടാണ് അന്വേഷണം മാറുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായത്, ഗുരുതരമായ ആരോപണങ്ങൾ. അപ്പോൾ പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് കമ്മിറ്റഡാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അദ്ദേഹം RSS നേതാക്കളെ കണ്ടത്. അത് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പോയി എല്ലാവരെയും കണ്ടേക്കുന്നത്. അല്ല അജിത് കുമാറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ RSS നേതാക്കളെ കണ്ടത്, മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഇത്രയും സമ്മർദ്ദങ്ങളുണ്ടായിട്ടും അതിനെല്ലാം മറികടന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്. എല്ലാവരും കണ്ടുനിന്നായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. 4,10,000 വോട്ടിന് ജയിച്ച പ്രിയങ്ക ഗാന്ധി തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് ഈ വിജയരാഘവൻ അല്ലാതെ വേറെ ആരുടെങ്കിലും നാവിന്ന് ഇത് വരുമോ? ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോള് കണ്ടു. വിജയരാഘവൻ UDFൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ട്രോള് കണ്ടു. സത്യത്തിൽ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വഴി കൂടി പോണവൻ നടന്നു പോയാൽ പോലെ കാറിൽ പോയി അമ്മായിയമ്മയെ കാണാൻ പോവാണെന്നുള്ള ചോദ്യം ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്യാതെ ഒരാൾ പാർലമെൻറ്റിലേക്ക് 4,10,000 വോട്ടിന് ജയിക്കുക. എന്നിട്ട് തീവ്രവാദികളാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുക. ഡൽഹിയിൽ ഇത് തന്നെയാണ് സംഘപരിവാർ അവിടെ ആവർത്തിക്കാൻ പോകുന്നത്. സംഘപരിവാറിൻ്റെ ഒരു ആയുധം കൊടുത്താണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്, പ്രിയങ്ക ഗാന്ധിക്കെതിരായി രാഹുൽ ഗാന്ധിക്കെതിരായി സംസാരിക്കാൻ. ഈ വിജയരാഘവൻ അല്ലാതെ ലോകത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ എന്തും പറയാൻ വേണ്ടിയിട്ട് CPM പിണറായി വിജയനും വിജയരാഘവനെ പോലുള്ള ആളുകളെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ സംഘപരിവാർ അജണ്ടയാണ്. സംഘപരിവാറിനെ പോലും നാണം കെടുത്തുന്ന രീതിയിലാണ് CPM ഇപ്പോൾ വർഗീയ പ്രചരണം നടത്തുന്നത്. ഞങ്ങളിത് മുൻകൂട്ടി പറഞ്ഞതല്ലേ? കേരളത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഭൂരിപക്ഷ വർഗീയ പ്രീണനമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം രീതിയിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ പറ്റും, സംഘപരിവാറിനെ എതിരാക്കാതിരിക്കുക, നിരവധി കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനമാണ്. അതുതന്നെയാണ് മുഖ്യമന്ത്രി നോർത്തിലെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് 4 ദിവസം മുമ്പ് ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം കൊടുത്തുകൊണ്ട് നടത്തിയത്. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി PR ഏജൻസി എല്ലാ നാഷണൽ ഡൽഹിയിൽ കൊടുത്ത വാർത്ത ഇത് തന്നെയാണ്. അതായത് സംഘപരിവാർ വർഷങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പം CPMൻ്റെ നാവിലൂടെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ